എവിടേക്ക് ഒരു സ്റ്റക്കായി പോയിരുന്നത് ചെയ്യണോ വേണോ എന്നുള്ള ഞാൻ ആദ്യം റിജക്ട് ചെയ്ത ഷോ ആണ് ബഡായി ബംഗ്ലാവ്. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഫസ്റ്റ് എപ്പിസോഡിന് കേറുന്നത് തന്നെ. രാവിലെ പുട്ടായിരുന്നു. ശരിക്കും ഇത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ട. ആരുടെ കാര്യത്തിൽ ഉള്ളത് ഒരു തുറന്ന കുറ്റസമ്മതം പോലെ പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. ആ തെറ്റ് എൻ്റെ ഭാഗത്തായിരുന്നു എന്നുള്ള പറയും. എൻ്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റ് സംഭവിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പിരിയേണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരങ്ങ് തീരുമാനിച്ചു, ഇവള് വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ പോയതിൻ്റെ പേരിലാണ് ഡിവോഴ്സ് ആയെന്ന്. ഇപ്പം കഴിഞ്ഞ സീസണിൽ ഒരു കണ്ടസ്റ്റൻ്റ് ഇരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടു, ആര്യ ചേച്ചി ചെയ്ത അതേ മിസ്റ്റേക്ക് തന്നെയല്ലേ ഞാനും ലൈഫിൽ ചെയ്തത്, എന്നിട്ട് എന്നെ സോഷ്യൽ മീഡിയക്ക് ഇട്ടുകൊടുത്തു. ജാസ്മിൻ. ആ കുട്ടി ചെയ്ത എന്ത് മിസ്റ്റേക്കാണ് ഞാൻ ചെയ്തത്? ഇവള് പണ്ട് ഭർത്താവിനെ ചതിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോയി, അത് തന്നെയല്ലേ ജാസ്മിനും ചെയ്തത്. പിന്നെ ഇവൾ എന്തിനാണ് ജാസ്മിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തത്? ഡിവോഴ്സ് ആയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരാളായിട്ട് റിലേഷൻഷിപ്പിലാവുന്നുണ്ട്, ലവർ ഉണ്ട്. ഈ ലവർ എന്ന് പറയുന്നത് ഭർത്താവിന്റെ പെങ്ങളുടെ സുഹൃത്താണ് എന്നോട് പറയുന്നു അല്ലെ, സുഹൃത്തായിരുന്നു എന്നുള്ളത്. ആരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഏറെ വിഷമം വന്നത് ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോഴായിരുന്നു. കറക്റ്റാണ്. എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു ഇത് തുടരാൻ പറ്റും, എന്റെ ദിശ തെറ്റിയിട്ടില്ല. ആൻഡ് ഇത് ഉറപ്പായിട്ടും ഞങ്ങൾ കല്യാണം കഴിക്കും, ഞങ്ങളൊരു ഫാമിലി ആയിട്ട് സെറ്റിൽ ആവും. അങ്ങനെ ആയിരുന്നു. അത് പെട്ടെന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡിപ്രഷൻ വന്ന സമയത്ത് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛനില്ല, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സൂയിസൈഡ് ചെയ്തേനെ കേട്ടോ, പറയാൻ പറ്റില്ല. ഹായ്, ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അവതാരകനായി പല ചാനൽ പല വഴി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും വെറൈറ്റി മീഡിയയിൽ ഇതെൻ്റെ ആദ്യ ഊഴം. കുറേയേറെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സംസാരിച്ചും സംവാദിച്ചും അങ്ങനെ എത്രയോ അതിഥികൾ വെറൈറ്റി മീഡിയയിലൂടെ നിങ്ങൾ കണ്ടു അല്ലേ. ഇനിയൊരു മാറ്റത്തിനുള്ള സമയം കൂടിയാണ്. ഇത് തുറന്നു പറച്ചിലിൻ്റെ വേദി കൂടിയാണ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുകയാണ് ഓപ്പൺ മൈക്ക് വിത്ത് റോഹനിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും എവിടെ നിന്ന് തുടങ്ങണം, ആരിൽ നിന്ന് തുടങ്ങണമെന്ന കൃത്യമായ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. മറ്റാരുമല്ല, അവതാരകയായും അഭിനേത്രിയായും നർത്തകിയായും പോരാട്ട വീരത്തിൻ്റെ വേദിയായ ബിഗ് ബോസിലൂടെ നമ്മൾ കണ്ട പ്രിയപ്പെട്ട മുഖം, വ്യക്തിത്വം ആര്യ ബാബു. നമസ്കാരം. തീർച്ചയായിട്ടും ഞാൻ ആര്യ ബാബു എന്നാണ് പറഞ്ഞു തുടങ്ങിയത്, പക്ഷേ ഏറെ ഇഷ്ടത്തോടെ ആര്യ ബഡായായിട്ട് അല്ലേ മാറിയിട്ടുണ്ട്. അത് തൂലികാനാമം പോലെ തന്നെ പേരിനൊപ്പം ചേർത്ത് വെച്ചിട്ടും കൂടിയുണ്ട് അല്ലേ. ഞാൻ എടുത്ത് പറയാഞ്ഞത് അത് ഈ കലാകാരി എന്നുള്ള രീതിയിൽ ഈ ഒരു യാത്രയിൽ കിട്ടിയ പേരാണ്. തീർച്ചയായിട്ടും അമ്മ വിശേഷങ്ങളിലേക്ക് പോവേണ്ടതുണ്ട്, അപ്പം ആ പേരിനൊപ്പം കൂടെ ചേർക്കാൻ തോന്നുന്നു അല്ലേ. എപ്പോഴും മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുക. അവനവൻ്റെ സ്ഥാനം കുറേ കൂടി കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് അത് കുറേ കൂടി അത് കലാകാരന്മാർക്കാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എത്രയൊക്കെ പ്രൊജക്റ്റുകളിലാണ്, ഞാൻ എത്രത്തോളം ആക്റ്റീവാണ്, ലൈവായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മറ്റാരൊക്കെയോ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയായിട്ട് കൂടി മാറാറുണ്ട് സത്യത്തിൽ അല്ലേ. ഉറപ്പായിട്ടും എവിടേക്കോ ഇതൊരു പ്രതിസന്ധിയായിട്ടോ അല്ലെങ്കിൽ എവിടേക്കോ ഇത് ബോധപൂർവ്വം ചെയ്യേണ്ടി വരുന്നോ ആ ലെവലിലോട്ട് മാറുന്നുണ്ടോ? അങ്ങനെയാണല്ലോ നമ്മുടെ രോഹൻ പറഞ്ഞ പോലെ കലാകാരുടെ ജീവിതം അങ്ങനെയാണ്. കാരണം ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു കരിയർ എന്ന് ഞാൻ പറയും. അതാണ് നമ്മുടെ ഈ മീഡിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കയ്യാലപ്പുറത്ത് തേങ്ങ, എല്ലാവരും അതെ. ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങോട്ടും മറിയാം, അങ്ങോട്ടും മറിയാം. അങ്ങോട്ട് മറിഞ്ഞാൽ രക്ഷപ്പെട്ടു. അൺപ്രഡിക്റ്റബിൾ ആണ്. അങ്ങോട്ട് മറിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതിൽ ഭാഗ്യത്തിന്റെ വലിയൊരു കളി ഉണ്ടെന്ന് ഞാൻ പറയും. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ടാലന്റ് ഒക്കെ പിന്നീടാ. ടാലന്റ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ടാലന്റ് ഒക്കെ സെക്കൻഡറി ആണ്. ഭാഗ്യം വലിയൊരു ഫാക്ടറാണ് ഇതിനകത്ത്. പിന്നെ ഭാഗ്യം, അതുപോലെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂട്ടുകെട്ടുകൾക്ക് ഭയങ്കര ഒരു വാല്യൂ ഉള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമ്മൾ കാണാറുണ്ട് കോൺസ്റ്റന്റ്ലി കുറെ കൂട്ടുകെട്ടുകളിൽ നിന്നും കുറെ സിനിമകൾ ജനിക്കുന്നു. അതേ ടീം തന്നെയായിരിക്കും അടുത്ത പടം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോ ഇൻഡസ്ട്രിയുടെ ഒരു പോക്ക്. നമ്മൾ കൂട്ടുകെട്ടുകളിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഒരിടത്തും കാണാൻ കിട്ടില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥയാണ്. വന്ന് വീണ് കിട്ടുന്നത് ഭാഗ്യം എന്നുള്ള ഒരു അവസ്ഥയിലാണ് എന്റെ പോലെയൊക്കെ. ഇന്ന് നമുക്കൊപ്പം ഒരാൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് മുമ്പിലിരിക്കുന്ന ഈ മൈക്ക് തന്നെയാണ്. ആക്ച്വലി മൈക്കാണ് മെയിൻ ക്യാരക്ടർ ഇവിടെ. എന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീറ്റിലിരിക്കുന്ന ആരെന്തൊക്കെ സംസാരിച്ചാലും
സത്യമല്ലെങ്കിൽ ഇവൻ പ്രതികരിക്കും. ആണോ? അതെ, അടിപൊളി. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് തന്നെ ആക്ച്വലി ബഡായി അല്ലെ, ആ പേരിനൊപ്പം വന്നു എന്നുള്ളത് തന്നെയാണ്. ആക്ച്വലി അത് തുടങ്ങുന്ന സമയത്ത് വന്നു കഴിഞ്ഞ് എത്രത്തോളം സ്വീകാര്യത കിട്ടുന്നു, പക്ഷെ വരുന്ന സമയത്ത് എത്രത്തോളം അല്ലെ ഒരു കിടിലൻ ആർട്ടിസ്റ്റിന്റെ ഒപ്പമാണ് വരുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. എവിടേക്ക് ഒരു സ്റ്റക്കായി പോയിരുന്നത്, ചെയ്യണോ വേണോ എന്നുള്ള ഒരു തീരുമാനം. ഞാൻ ആദ്യം റിജക്ട് ചെയ്ത ഷോ ആണ് ബഡായി ബംഗ്ലാവ്. ഞാൻ ഇനിഷ്യലി ഈ ഷോ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല, എനിക്ക് കോമഡി ആയിട്ട് യാതൊരു ബന്ധവും. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാനാണ്? അപ്പൊ ഞാൻ ഏഷ്യാനെറ്റിന്റെ തന്നെ വേറൊരു ഷോയില് ചെയ്ത ഒരു സ്കിറ്റ്, ഒരു കോമഡി സ്പൂഫ് കണ്ടിട്ടാണ് അവരെന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പറ്റില്ല, കാരണം അറിയാലോ ഒരു പോപ്പുലർ ഹിന്ദി ഷോയുടെ മലയാളം റീമേക്ക് ആണ് നമ്മുടെ ബഡായി ബംഗ്ലാവ്. അപ്പൊ ആ ഷോ ഞാൻ വളരെ ജനറസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കപിൽ ശർമ്മ ഷോ. അപ്പോൾ ഞാൻ പേടിച്ചു, ഞാൻ പാനിക്കായി. ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്തതാണ്. അപ്പൊ എന്നോട് ഡയാന ചേച്ചിയാണ് പറയുന്നത്, വാ ഫസ്റ്റ് ഡേ ഷൂട്ടിന് വരൂ ആര്യ, വന്നിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ചെയ്തു നോക്കിയിട്ട് ആര്യക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്കും ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട വിട്ടേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഷൂട്ടിന് പോണത്. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഫസ്റ്റ് എപ്പിസോഡിന് കേറുന്നത് തന്നെ. രാവിലെ പുട്ടായിരുന്നു. ഇത് ബാക്കി കൂടെ എങ്ങനെ തള്ളി തീർക്കണോ അതോ അല്ല, പക്ഷെ ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കംഫർട്ടബിൾ ആയി, ഞാൻ ഓക്കെ ആയി. അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് അവർക്കും ചെയ്യാൻ ഇംപ്രൂവ് ചെയ്യാനുണ്ട്, നമ്മൾ പറഞ്ഞു തരാം, അങ്ങനെ പോവാങ്കിൽ ആരും റെഡി ആണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കമ്മിറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നത്. ശരിക്കും ഇവിടെ വരുന്ന സമയത്ത് ഒരേ സമയം സ്ക്രീൻ ഷെയർ ചെയ്യാന്നുള്ള സ്ക്രീൻ സ്പേസ് അല്ലെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പക്ഷെ എവിടെയൊക്കെ എത്രത്തോളം ഷോ നന്നാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കൂടിയുള്ള കോ സ്റ്റാറിനോട് അല്ലെ, ആർട്ടിസ്റ്റിനോട് അസൂയ തോന്നാറുണ്ടോ ശരിക്കും? ഭയങ്കരമായിട്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ രമേശ് ഏട്ടൻ സ്പോട്ട് കൗണ്ടർ അടിക്കുന്ന ആളാണ്. ആൾക്ക് സ്ക്രിപ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല, ആള് കയ്യിൽ നിന്ന് പടപടയെന്നിടും. അതുപോലെ മുകേഷ് ഏട്ടനും അതെ. മുകേഷ് ഏട്ടൻ കൗണ്ടർ കിങ്ങും ആണ്. മുകേഷ് ഏട്ടൻ കഥ ഉണ്ടാക്കാൻ മിടുക്കനാ. എല്ലാവരുടെയും വിചാരം മുകേഷ് ഏട്ടൻ ബഡായി ബംഗ്ലാവിൽ പറഞ്ഞുകൊണ്ടിരുന്ന കഥകളെല്ലാം സത്യമാണെന്നാണ്. ചുമ്മയാ, അതിൽ പകുതി കൂടുതൽ കഥയും മുകേഷ് ഏട്ടൻ ഉണ്ടാക്കി പറയണതാണ്. പക്ഷെ അത് ഇത്ര എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ കൺമുമ്പ് കണ്ട പോലെയൊക്കെ ആള് പറഞ്ഞു കളയും. നമ്മള് വിശ്വസിക്കില്ല അതുണ്ടാക്കി പറഞ്ഞ കഥയാണെന്ന്. പക്ഷെ ഇത് ഇങ്ങനെ പറയുന്ന സമയത്ത് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ആ സമയത്ത് അവരങ്ങനെ അടിക്കുമ്പോൾ ഇതെന്താ പറയാൻ പോകുന്നതെന്ന് പ്രീ പ്ലാൻഡ് അല്ല, സ്ക്രിപ്റ്റിലുള്ളതല്ല. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയുന്നുള്ള രീതിയിലേക്ക് എപ്പോഴും സ്റ്റക്കായി പോകാറുണ്ടോ? ഞാൻ സ്റ്റക്കായിട്ടും ഉണ്ട്. തുടക്കത്തിലൊക്കെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് അങ്ങ് ഒതുക്കും. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അവിടെ DJ ഉണ്ടായിരുന്നു, ഫ്ലോറിലൊരു ഓൺ ഫ്ലോർ DJ എപ്പോഴും ഉണ്ടായിരിക്കും. ആളൊരു മറ്റേ പ്ലിങ്, ഇപ്പൊ നിങ്ങൾ ഇട്ട പോലത്തെ ഇടയിലെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം, അതെ സാറിപ്പൊ പറഞ്ഞ പോലത്തെ എന്തെങ്കിലുമൊക്കെ സാധനം ഇടയ്ക്ക് അവരിട്ട് അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ കുറച്ചൊരു 5 years ഉണ്ടായിരുന്നല്ലോ ഷോ. ഒരു 2 years ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ ചെറിയ രീതിയിലൊക്കെ ഞാനും തിരിച്ച് കൗണ്ടർ ഒക്കെ പിടിക്കാൻ തുടങ്ങി. വളരെ ചെറിയ രീതിയിൽ ആ ഒരു റാപ്പോ വന്നു കഴിഞ്ഞല്ലോ അപ്പോഴേക്കും. ഇപ്പൊ രമേശ് ഏട്ടനായിട്ടാണെങ്കിലും മുകേഷ് ഏട്ടനായിട്ട്. അതിന് മുമ്പ് എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു ഫ്രഷറാണ്, ഇവരൊക്കെ സീനിയേഴ്സ് ആണ്, ഇവരൊക്കെ ഇത്ര വർഷമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അവരൊക്കെ തമ്മിൽ ഓൾറെഡി ഒരു റാപ്പോ ഉണ്ട്. പക്ഷെ എനിക്കെപ്പോഴും കുറച്ച് ഓടാണ്. ഞാൻ അപ്പോഴും ഒരു ന്യൂബി എന്നുള്ള രീതിയിൽ പേടിച്ചാണ് നിൽക്കുന്നത്, സ്ക്രിപ്റ്റ് മാത്രം ഫോളോ ചെയ്യുന്ന ആള് എന്നുള്ള രീതിയിൽ. പിന്നെ ഇവര് ചില്ലായിരുന്നു, ഇവര് ഭയങ്കര കംഫർട്ടബിൾ ആക്കി. ഇപ്പൊ ഞാൻ മുകേഷ് ഏട്ടനാണെങ്കിലും രമേശ് ഏട്ടനാണെങ്കിലും കംഫർട്ടബിൾ ആയി കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് ഗോ വിത്ത് ദ ഫ്ലോ ആണ്. പിന്നെ അവര് 2 കൗണ്ടർ അടിച്ചാൽ നമ്മൾ 3 കൗണ്ടർ ആ കൂട്ടിൽ പെട്ടു അല്ലെ, കറക്റ്റ് ആയിട്ട് വന്നു. എക്കാലം ഇത്രത്തോളം ഫണ്ണായിട്ടുള്ള ഷോകൾ കുറെ വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിനോളം വരില്ല എന്നൊരു പ്രയോഗം വരുന്നുണ്ടെങ്കിൽ അല്ലെ, ബഡായി ബംഗ്ലാവ് അത്രത്തോളം കണ്ട് സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സ്വീകാര്യത കിട്ടിയ അല്ലെങ്കിൽ ഇത്രത്തോളം പേരുണ്ടാക്കി തന്ന ഒരു ഷോ പിന്നീട് ഒരു കോൾ വന്നപ്പോൾ ശരിക്കും നിരസിക്കാൻ അത്രത്തിൽ പോവേണ്ടി വന്നിട്ടുണ്ടോ?
ഏത് ബഡായി ബംഗ്ലാവോ ആ ഷോ എന്നുള്ള രീതിയിലേക്ക് പിന്നീട് അത്തരത്തിൽ ഓഫർ വരികയോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അത്തരത്തിലൊരു ക്യാരക്ടർ ബിഗ് ബോസിനൊക്കെ ശേഷം വന്ന് ചെയ്യാൻ അത് ശരിയാവില്ല അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. ഇന്ന് എന്നെ വിളിച്ച് ബഡായി ബംഗ്ലാവ് ചെയ്യുമോന്ന് ചോദിച്ചാൽ ഞാൻ റെഡിയാണ്. പക്ഷെ സിനിമയിൽ ചെയ്യില്ല. സിനിമയിൽ ചെയ്യില്ല എന്നല്ല, സിനിമയിൽ ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. സിനിമ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ മറ്റേ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാനൊക്കെ എന്ത് ഓഫർ കിട്ടിയാലും അപ്പ കൈയോടെ ആഗ്രഹം കൊണ്ടിട്ട് നിൽക്കാം. അങ്ങനെ സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ നല്ല സിനിമകളുടെ ഭാഗമാകണം എന്നൊക്കെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇപ്പം കുറെ ആൾക്കാരുടെ തോട്ടം മാറി കേട്ടോ. അതായത് സിനിമ ക്രിയേറ്റേഴ്സിന്റെ തോട്ടം മാറി. ഇപ്പൊ എന്നെ വിളിക്കുന്നവർ പറയുന്നത് ബഡായി ബംഗ്ലാവില് ആര്യയെ അല്ല ഇപ്പൊ ഈ സിനിമയിൽ ആര്യ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എനിക്ക് കൂടുതലും ഓഫേഴ്സ് വരുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളവർ. മേ ബി അങ്ങനത്തെ 1-2 ക്യാരക്ടേഴ്സ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു 1-2 സിനിമകളിൽ. അത് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ മേ ബി അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഓക്കെ കുട്ടിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, എല്ലാത്തരം മേ ബി ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള ഒരു ഇത് കൊണ്ടിട്ടായിരിക്കണം ഇപ്പൊ അങ്ങനത്തെ ഓഫേഴ്സ്. ഇപ്പം കോമിക് ടച്ചുള്ള സാധനങ്ങൾ വളരെ കുറവാണ്. ശരിക്കും ഈ ബഡായി ബംഗ്ലാവിൽ ആരെങ്കിലും കുഞ്ഞിരാമായണത്തിൽ മല്ലിക ചെയ്യുമ്പോൾ ഇതിന് എവിടേക്ക് ഗുണം ചെയ്തിട്ടുണ്ട്? ബഡായി ബംഗ്ലാവ് കണ്ടിട്ടാണ് എന്നെ കുഞ്ഞിരാമായണത്തിൽ കാസ്റ്റ് ചെയ്യണത്. വിനീതേട്ടൻ പറഞ്ഞു ബഡായിലെ ആ കുട്ടി തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാസ്റ്റ് ചെയ്താണ് കുഞ്ഞിരാമായണത്തിൽ. അത് ഭയങ്കര സിമിലാരിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് അത് രണ്ടും. അതെ, ഈ എപ്പോഴും ഈ കിട്ടിയ വേഷങ്ങളിൽ ചിരിപ്പിച്ചിട്ടുണ്ട് അല്ലെ, അത്രത്തോളം ചിന്തിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ റിയൽ ലൈഫിൽ നിന്ന് മാറി റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ എവിടേക്കോ കരഞ്ഞിട്ടുള്ളൂ, കരയിപ്പിച്ചിട്ടില്ല, പക്ഷെ കരയേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. ശരിക്കും 2 ഫേസ് കൃത്യമായിട്ട് അവിടെ പറയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണോ? 200% ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തന്നെയാണ്. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഒരാൾ ചെയ്തത് വെച്ചിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. നല്ല നമ്മൾ പറയും ചിലർ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പറയുന്നതാണ് ആണുങ്ങളെ വിശ്വസിക്കാനേ കൊള്ളില്ല എന്നൊക്കെ പറയും. ആ കോൺസെപ്റ്റ് ഒന്നും എനിക്കില്ല. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ കണ്ട് വളർന്ന നല്ല ആത്മാർത്ഥതയിലാണ് എൻ്റെ അച്ഛൻ, എൻ്റെ ചേട്ടന്മാര്, അവരൊക്കെ വളരെ നല്ല ഹ്യൂമൻ ബീങ്സ് ആണ്. വളരെ നന്നായിട്ട് അവരുടെ പാർട്ട്നേഴ്സിനെയൊക്കെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇന്നും എൻ്റെ ചുറ്റും ലിവിങ് എക്സാമ്പിൾസ് കുറേ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ വെച്ച് നമ്മളിപ്പോൾ ഒരു വ്യക്തി ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫുൾ ഒരു കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ റിലേഷൻഷിപ്പിൽ ആണുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് എവിടേക്കോ ഈ വാക്ക് കീഴ്വഴക്കം പോലെ ഇത്തരം ബ്രേക്കപ്പുകളിലും വഞ്ചനകളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഇതിൽ രക്ഷപ്പെട്ടു പോകുന്ന കുറേയേറെ സ്ത്രീ വിഭാഗമില്ലേ എവിടേക്ക് ഈ വാക്കുകളിൽ പറയുന്നില്ലെങ്കിലും അല്ലെ, എവിടേക്ക് ഇത് ആരുടേക്ക് കുത്തകയായിട്ടല്ല മാറുന്നത്. പക്ഷെ ഈ പഴി കേൾക്കേണ്ടി വരുമ്പോൾ ഒരു വിഭാഗം മാത്രം കേൾക്കേണ്ടി വരുന്നു. എനിക്ക് തോന്നുന്നില്ലല്ലോ, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എത്രയോ റിലേഷൻഷിപ്സിൽ സ്ത്രീകൾ മാത്രമല്ല ആണുങ്ങളും പഴി കേൾക്കുന്ന റിലേഷൻഷിപ്സ് ഉണ്ട്. എത്രയോ റിലേഷൻഷിപ്സ് ആണുങ്ങളാണ് കൂടുതൽ പഴി കേൾക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആണുങ്ങളാണ് കൂടുതൽ പഴി കേൾക്കുന്നത്. കൂടുതലൊന്നുമില്ല, ഇക്കാര്യത്തിൽ ഈക്വൽ ആണ്. രണ്ട് വിഭാഗക്കാരും നല്ലപോലെ കേൾക്കുന്നുണ്ട്. ആരുടെ സൈഡിലാണോ മിസ്റ്റേക്ക് അവര് കേട്ടല്ലേ പറ്റും. ഈ സാധാരണ രീതിയിൽ നമുക്കൊരു വിവാഹമോചനം വരുന്ന സമയത്ത് ഈ അപ്പുറത്തുള്ള ഒരാളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് കൂടുതൽ കാണുന്നൊരു പ്രവണത. അവനവനിൽ തെറ്റുണ്ടെങ്കിലും അല്ലെങ്കിൽ എവിടേക്കും ഇത് ഹൈഡ് ചെയ്ത് അത് ശരിയായിരുന്നില്ല, പൊരുത്തപ്പെട്ട് പോവാൻ തയ്യാറായില്ല എന്നതാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്ന കാര്യം. ആരുടെ കാര്യത്തിൽ ഉള്ളത് ഒരു തുറന്ന കുറ്റസമ്മതം പോലെ പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു, ആ തെറ്റെന്റെ ഭാഗത്തായിരുന്നു എന്നുള്ള എവിടെയാണ് ഈ ഒരു തുറന്നു പറച്ചിലിനെ കിട്ടിയത്? എവിടേക്കോ, കാരണം പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ്, ഇത്രയും പേരുടെ മുമ്പിലാണ്. നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം, സോറി ഐ ഹാവ് ടു ബ്രിങ് ദിസ് അപ്പ് അഗൈൻ. ഒരു കണ്ടസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒരു കണ്ടസ്റ്റൻ്റ് ഇരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടു, ആര്യ ചേച്ചി ചെയ്ത അതേ മിസ്റ്റേക്ക് തന്നെയല്ലേ ഞാനും ലൈഫിൽ ചെയ്തത്, എന്നിട്ട് എന്നെ സോഷ്യൽ മീഡിയക്ക് ഇട്ടുകൊടുത്തു, അറ്റാക്കിന് വേണ്ടി ഇട്ടുകൊടുത്തു, സൈബർ ബുള്ളിങ്ങിന് എന്നെ ഇട്ടുകൊടുത്തു എന്ന് ഈ കുട്ടി പറയുകയുണ്ടായി. ജാസ്മിൻ ഒരു ഒറ്റ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ. അതിനകത്ത് ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ല, പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ പറയുന്ന കാര്യം ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ കുറേ റീൽസ് ഒക്കെ എനിക്ക് കുറേ ആൾക്കാർ അയച്ചു തന്നു, കുറേ പേര്, എൻ്റെ സുഹൃത്തുക്കളടക്കം അയച്ചു തന്നിട്ട് ചോദിച്ചു ഈ കുട്ടി എന്തായി പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും ആ കുട്ടി ചെയ്ത എന്ത് മിസ്റ്റേക്കാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്ത് മിസ്റ്റേക്കാണ് ആ കുട്ടി ചെയ്തത്. അപ്പം
അതിൻ്റെ താഴെയൊക്കെ കുറേ കമൻസ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ താഴെ കുറേ കമൻസ് വന്നിട്ടുണ്ട്. ഇവള് പണ്ട് ഭർത്താവിനെ ചതിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോയി, അത് തന്നെയല്ലേ ജാസ്മിനും ചെയ്തത്, പിന്നെ ഇവൾ എന്തിനാണ് ജാസ്മിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തത് എന്നാണ്. ആര് ചെയ്തത് എന്നല്ലേ ഞാൻ ചെയ്യുന്നത്, അവിടെ ഇല്ലാത്ത തെറ്റ് എങ്ങനെയാണ് എൻ്റെ കാര്യത്തിൽ മാത്രം വരുന്നത് എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അഗെയിൻ കമ്മിങ് ബാക്ക് ടു ഇറ്റ്, ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാനും എൻ്റെ ഭർത്താവും കൂടി എന്ത് റീസണിനാണ് പിരിഞ്ഞത് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണത്തിൽ തെറ്റ് കൂടുതലും എൻ്റെ ഭാഗത്താണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു വിവാഹമോചനം നടക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിൽ തെറ്റുകൾ എന്ന് പറയുന്നത് ചീറ്റിംഗ് മാത്രമല്ല. അന്ന് ആരാ പറഞ്ഞത്? ഹൂ മെയ്ഡ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് വേറൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എനിക്ക് വേറെ കാമുകൻ ഉണ്ടായിരുന്നോണ്ടാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നു, ഞങ്ങൾ ഡിവോഴ്സ് ആയിരുന്നു. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് എപ്പോഴും ഒരു മറുചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതെ, എവിടേക്കോ തുറന്നു പറയണം അല്ലെങ്കിൽ ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കണം എന്ന് തോന്നിയിട്ടില്ലേ ശരിക്കും? അതാണ് ഞാൻ റോഹന്റെ അടുത്ത് പറഞ്ഞത്. ഐ എം വെരി താങ്ക്ഫുൾ യു കെയിം ഫോർവേഡ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ആൾക്കാരങ്ങ് തീരുമാനിച്ചു ഞാൻ എൻ്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റ് സംഭവിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പിരിയേണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരങ്ങ് തീരുമാനിച്ചു ഇവള് വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ പോയതിൻ്റെ പേരിലാണ് ഡിവോഴ്സ് ആയെന്ന്. അങ്ങനെ ഒരിടത്തും ഞാനും പറഞ്ഞിട്ടില്ല, എൻ്റെ എക്സ് ഹസ്ബൻഡും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ രണ്ടുപേരുടെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലാത്ത ഞങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഞങ്ങളുടെ റീസൺസ് ഉണ്ട് ഫോർ സെപ്പറേറ്റിംഗ്. ഞങ്ങൾ സെപ്പറേറ്റ് ആയതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് ഈവൻ എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ ഫാമിലീസിന് പോലും ക്ലിയർ ആയിട്ട് അറിയാമെന്ന് തോന്നുന്നില്ല. അത് കംപ്ലീറ്റ്ലി എൻ്റെയും അദ്ദേഹത്തിൻ്റെയും തീരുമാനമായിരുന്നു. ദാറ്റ് കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന സാധനം പോയി. ശരിക്കും അവിടെ ഓഡിയൻസ് കൺഫ്യൂസ്ഡ് ആവുന്നത് ഇവിടെ പറഞ്ഞ രണ്ടുപേരുടെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ആര്യ പലപ്പോഴും പല വേദികളിലും സംസാരിക്കും പറയുന്നത് അത് എന്റെ ഭാഗത്താണ് എന്ന് പറയും. ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് പോവാമായിരുന്നു. പക്ഷെ അവിടെ ഞാൻ വാശി കാണിച്ചു. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. വേണമെങ്കിൽ എനിക്ക് ഓക്കെ പോട്ടെ എന്തെങ്കിലും ആവട്ടെ കുഞ്ഞിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിട്ടുവീഴ്ച അവിടെ ചെയ്യാമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നേനെ. പക്ഷെ ആ ഡിസിഷൻ ഞാൻ എടുത്തില്ല. ഐ വാസ് അമച്വർ. ഭയങ്കര എത്ര വയസ്സ്? 23, 22, 23 23, 24 ആ ഏജാണ്. പൊട്ടി അന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ എനിക്ക് എൻ്റെ ഈഗോ ആയിരുന്നു. എത്ര വയസ്സിലായിരുന്നു വിവാഹം? ഐ ഗോട്ട് മാരിഡ് ഇൻ ദ ഏജ് ഓഫ് 18. 18 വയസ്സിൽ കല്യാണം കഴിക്കുന്നു, 21 വയസ്സിൽ ഒരു കുട്ടീൻ്റെ അമ്മയാവും. ശരിക്കും ഈ നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ അല്ലെങ്കിൽ ഓഡിയൻസിന് എപ്പോഴും ഈ വിഷയം മാത്രമേ അറിയൂ, ഈ കാലഘട്ടം സംസാരിക്കില്ല അല്ലെങ്കിൽ അറിയില്ല. അപ്പോൾ കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും കേൾക്കുന്ന കാര്യത്തിൽ ഡിവോഴ്സ് ആയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരാളായിട്ട് റിലേഷൻഷിപ്പിൽ ആവുന്നുണ്ട്, ലവർ ഉണ്ട്. ഈ ലവർ എന്ന് പറയുന്നത് ഭർത്താവിന്റെ പെങ്ങളുടെ സുഹൃത്താണ് എന്നോട് പറഞ്ഞു അല്ലെ, സുഹൃത്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ കണക്ഷൻ ആണ് പോകുന്നത്. ഈ കാലഘട്ടം ഇവിടെ വിഷയമില്ല. ഇവരിത് കണക്ട് ചെയ്യുന്നത് പെങ്ങളുടെ സുഹൃത്താണ്. അങ്ങനെ ആ സമയത്തെ കാണാനുള്ള സാധ്യതയുണ്ട്, പോസിബിലിറ്റീസ്. മനസ്സിലായി. അങ്ങനെ കണക്ട് ചെയ്തതാണ്. എനിക്കിപ്പോ റോഹൻ പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നു. ഒരിക്കലല്ല, എനിക്ക് തോന്നുന്നു ഞങ്ങള് ഡിവോഴ്സ് കഴിഞ്ഞ് 1 or 2 years ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു അടുത്ത റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത് തന്നെ. അപ്പോഴാണ് ഈ പറയുന്ന വ്യക്തി ലൈഫിലേക്ക് വരുന്നത്. ഈ വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നത് ഇസ് ത്രൂ മൈ എക്സ് സിസ്റ്റർ ഇൻ ലോ എന്നേ ഉള്ളൂ. അല്ലാതെ അതും അദ്ദേഹം പുള്ളിക്കാരത്തിയുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ എടുത്തിട്ട് എന്നെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചതാണ്. അദ്ദേഹം ദുബായിലാണ്, അവിടെ ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ കമ്പനി സ്പോൺസർ ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമിന് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ പറയുന്ന വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഫോൺ വഴി സംസാരിച്ചു തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ ഷോക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു അപ്രോച്ച് ആയിരുന്നോ? അല്ല, ജെനുവിൻലി അതൊരു പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി തന്നെ വിളിച്ചതാണ്. അല്ലാതെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് നമ്പർ എടുത്തൊന്നുമല്ല. വിളിച്ചു, പിന്നെ ഞങ്ങൾ വി ഗ്രാജുവലി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. അങ്ങനെ ആ റിലേഷൻഷിപ്പ് ബിൽഡ്. പിന്നെ വി ബിക്കെയിം വെരി ഗുഡ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്.
എപ്പോഴും നമുക്കെപ്പോഴും വിവാഹം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറയും. ശരിക്കും അത് കൃത്യമായിട്ട് ദിശയിലല്ല പോകുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് തകർന്നു പോകുന്നത് അതിലായിരിക്കാം. ആരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഏറെ വിഷമം വന്നത് ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോഴായിരുന്നു. കറക്റ്റാണ്, ശരിയാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ. എന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത്തെ കാര്യം, എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് ആ ഒരു മാരേജ് വാസ് എ ബ്രോക്കൺ മാരേജ് അല്ലേ. അപ്പോൾ ആ ഒരു ബ്രോക്കൺ മാരേജിനെ ചുറ്റിപ്പറ്റി കുറേ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലും കേട്ടിട്ടുണ്ട്, അദ്ദേഹം ആണെങ്കിലും കേട്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അതിൽ ബ്ലെയിം ചെയ്യപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പക്ഷെ അത് കേൾക്കുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല. കുറച്ച് കൂടുതൽ കേട്ടത് ഞാനാണ്. കാരണം കുഞ്ഞെൻ്റെ കയ്യിലാണല്ലോ, കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്നതിൻ്റെ പേരിൽ അപ്പം അന്നേ ഞാനൊരു കാര്യം തീരുമാനിച്ചിരുന്നു, ഇനി ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രോപ്പർ സ്ട്രോങ് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. ആൻഡ് എനിക്ക് ആ റിലേഷൻഷിപ്പിൽ ഞാൻ കടക്കുമ്പോൾ തൊട്ട് എനിക്കിത് ജസ്റ്റ് ഒരു ടൈം പാസോ അല്ലെങ്കിൽ ട്രയൽ ആൻഡ് റൺ ഒന്നും അല്ലായിരുന്നു. ഐ വാസ് വെരി ഷുവർ അബൌട്ട് ദിസ് പേഴ്സൺ. എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു ഇല്ല, ആൻഡ് ഇത് ഉറപ്പായിട്ടും ഞങ്ങൾ കല്യാണം കഴിക്കും, ഞങ്ങളൊരു ഫാമിലി ആയിട്ട് സെറ്റിൽ ആവും. അങ്ങനെ ആയിരുന്നു, അങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പൊക്കോണ്ടിരുന്ന രീതിയും ഒക്കെ അങ്ങനെയായിരുന്നു. അത് പെട്ടെന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ ട്രോമ. ഞാൻ വെൻറ്റ് ഇൻ ടു ഡിപ്രഷൻ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ എന്നെ വിട്ടിട്ട് പോവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ബ്ലൂ മൂൺ പോയപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും അങ്ങനെ ആ വ്യക്തി അപ്രതീക്ഷിതമായിട്ട് പോകുമ്പോഴാണോ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തിരിച്ചറിവ് വരുന്നത്? ഞാൻ ഉണ്ടായിരുന്ന വിവാഹബന്ധത്തിലുണ്ടായിരുന്ന വ്യക്തിയിൽ എവിടെയൊക്കെ എനിക്ക് കുറെ കൂടി കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അപ്പോഴും അല്ല, അതിനു മുമ്പൊക്കെ ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പോയപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ആ ഒരു ഡിപ്രഷൻ ടൈമിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ട്, തിരിച്ചു വിളിച്ച് സോറി പറഞ്ഞ് തിരിച്ചു പോയാലോ, ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരു ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ എൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. ഇല്ല, അത് കാരണം അപ്പോഴേക്കും അദ്ദേഹം വേറെ റിലേഷൻഷിപ്പിലാണ്. എനിക്ക് ഞങ്ങൾ ടോക്ക് ടു ഈച്ച് അതർ, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സുഹൃത്തുക്കളാണ്, നല്ല സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കറിയാം ദാറ്റ് ഹീസ് ഇൻ എ റിലേഷൻഷിപ്പ്, ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ കയറി എനിക്കത് പറയാനുള്ള ധൈര്യം വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, പിന്നെ ഹീ ഗോട്ട് മാരീഡ്. ഇപ്പം അവർ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, ചെറിയൊരു ആശ്വാസം എവിടെയോ വന്നു എനിക്ക്. അതായത് പെയിൻ അല്ല, ഇനിഷ്യലി അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം വന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു, ഓക്കെ, ഐ എം നോട്ട് ദ വൺ, ഞാനല്ല, ഷീ ഈസ് ദ വൺ. അവരാണ് കറക്റ്റ്, ഒന്നിക്കേണ്ട ആൾക്കാർ അവർ തന്നെയാണ്, അവരൊന്നിച്ചു. ഞാൻ ചിലപ്പോൾ വഴിയിൽ അറിയാതെ പക്ഷെ അപ്പോഴും കുഞ്ഞുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ വി ആർ ഡൂയിങ് കോ പാരന്റിങ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. കുഞ്ഞ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു കുട്ടിയാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്ന് പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ഇദ്ദേഹം വേറെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് അറിയാം, അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പം എനിക്കിപ്പം ഞാൻ ഭയങ്കര ലൈക്ക് ഹീസ് ഹാപ്പി. അപ്പോൾ എനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, അവരാണ് ശരിക്കും ഒന്നിക്കേണ്ടിയിരുന്നത്, ലൈഫിൽ ശരിക്കും സെറ്റിൽ ആവേണ്ട ആൾക്കാർ അവരാണ്, അവർ സെറ്റിലായി. ഇനി മേ ബി എനിക്കുള്ളത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും, എന്തെങ്കിലും. അതെ, എൻ്റെ അരിമണി എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഈ അവനവനിലെ അല്ലെ, ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ കുറെയൊക്കെ വ്യക്തി താല്പര്യങ്ങൾ തന്നെയാണ്. എവിടേക്കോ സ്വാർത്ഥരാവും നമ്മൾ. ഇതിൽ നിന്ന് മാറുക നമുക്കൊരു മകനോ മകളായിരിക്കുമ്പോഴായിരിക്കും. ഈ റിലേഷൻഷിപ്പിന്റെ 2 സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴും ഇവിടെ എന്നേക്കാൾ ഒരു പക്ഷെ അവനവനിലേക്കാൾ ആരും ഇഷ്ടപ്പെടുന്ന വാക്ക് എന്ന് പറയുന്നത് മകളാണ് അല്ലെ. ഒരു പക്ഷേ ലക്ഷ്യം തന്നെ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. ഇനി ഞാൻ എന്നെ തന്നെ മറന്ന് മകൾക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളൊരു നിലയിലേക്ക് എത്തുന്ന ഒരു അമ്മയും കൂടിയാണ്. 100%. എത്രത്തോളം മാറിയിട്ടുണ്ട് ഈ മകൾ എന്നുള്ളൊരു വാക്ക് ഭയങ്കരമായിട്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഡിപ്രഷൻ വന്ന സമയത്ത് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്, സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് ഒക്കെ. അപ്പോൾ ഇതിന്നൊക്കെ എനിക്ക് ഭയങ്കര സൂയിസൈഡൽ ടെൻഡൻസി ആയിരുന്നു ആ സമയത്ത്. അതിൽ നിന്ന് തന്നെ ഒരു പോയിന്റിൽ പുൾ ബാക്ക് ചെയ്തത് മകളാസൻ. അവളുടെ നമ്മൾ മറന്നു പോകും ചിലപ്പോൾ സമയത്ത്. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ആലോചിക്കില്ല,
നമ്മൾ അത്ര പെയിനിൽ നിൽക്കുമ്പോൾ പണ്ടാരം ഇതിൽ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി, എങ്ങനെ ഇതിൽ നിന്നൊന്ന് ഒരു റിലീഫ് കിട്ടും, ഈ പെയിൻ എങ്ങനെ കളയാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് നമ്മുടെ ഫ്രണ്ടിൽ ഒറ്റ ഉത്തരമേ വരുള്ളൂ, ചത്ത് കളയാന്നുള്ളത്. വേറെ ഓപ്ഷൻ ഭയങ്കര പാടാണ് അത്. യു നീഡ് ഹെൽപ്പ്, യു നീഡ് ടു ടോക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഈ ഒരു അവസ്ഥയിൽ പെടുന്നത്. എനിക്ക് ഒരു മനുഷ്യരെ കാണാൻ കിട്ടുന്നില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീടുകളിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ചുറ്റും കാണുന്നത് എൻ്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഏതോ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി, ഇല്ല ഇതിരിക്കല്ലേ, കുട്ടി എന്ത് ചെയ്യും. ഇപ്പൊ ഞാൻ എൻ്റെ അച്ഛനില്ല, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സൂയിസൈഡ് ചെയ്തേനെ കേട്ടോ, പറയാൻ പറ്റില്ല. ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നല് നമ്മളെ. പക്ഷെ ഇത് അച്ഛനില്ല, ഞാൻ, അമ്മ, എൻ്റെ അനിയത്തി, എൻ്റെ കുഞ്ഞ്. അവരുടെ ജീവിതം എന്നുള്ള മറ്റൊരാൾക്ക് ആരൊക്കെ തുണ കൂടി ആവണം എന്നുള്ളൊരു എക്സാക്ട്ലി തിരിച്ചറിവ്. കാരണം അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഞാനാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ പോയവരെന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞെന്ത് ചെയ്യും. എൻ്റെ കുഞ്ഞിനെ അവളുടെ അച്ഛൻ പൊന്നുപോലെ നോക്കും എനിക്കറിയാം. എന്നാൽ പോലും നാളെ എല്ലാവരും അവളോട് ചോദിക്കില്ലേ, അമ്മ സൂയിസൈഡ് ചെയ്തതല്ലേ, മറ്റെല്ലാം ഫെയിലിയർ ആയതുകൊണ്ട് എന്നൊരു സാധനം അവൾ കേൾക്കേണ്ടി വരില്ല. ആ ചോദ്യത്തിന് ഫേസ് ചെയ്യേണ്ടി വരിക, ഉത്തരം കൊടുക്കേണ്ടി വരില്ല. എക്സാക്ട്ലി. അങ്ങനെ കുറേ തോട്ട്സ് വന്നു. പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി, എൻ്റെ സുഹൃത്തുക്കളോടും ഒക്കെ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി, എൻ്റെ അവസ്ഥകൾ പറയാൻ തുടങ്ങി. പിന്നെ അവർ ഹെൽപ്പ് ചെയ്തു, എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ സിസ്റ്റർ, ഇവരെല്ലാവരും ഹെൽപ്പ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊന്ന് കാം ഡൗൺ ആവാൻ തുടങ്ങിയതും തിരിച്ച് ട്രാക്കിൽ വരാൻ തുടങ്ങിയതും. They all together pulled me out of it. നന്നായിട്ട് ബോൾഡായിട്ട് തുറന്ന് സംസാരിക്കുന്ന ആര്യ എന്ന വ്യക്തി ശരിക്കും ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കായി പോയത് ശരിക്കും ഈ ഒരു സ്റ്റേജിലാണ്. ഞാൻ ഭയങ്കര ഇമോഷണൽ പേഴ്സണാണ് റോഹൻ. ഞാൻ ഈ ബോൾഡ് എന്നൊക്കെ പറയണത് മേ ബി ആൾക്കാർ പറയുന്നതിൻ്റെ റീസൺ ഞാൻ ഇത്രയും എന്താ പറയുക, ഇത്രയും മോശമായിട്ടൊരു ബ്രേക്കപ്പ് സർവൈവ് ചെയ്തു, ഒരു ബ്രോക്കൺ മാരേജ് സർവൈവ് ചെയ്തു, എൻ്റെ അച്ഛൻ്റെ മരണം സർവൈവ് ചെയ്തു. ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കാം, അതൊക്കെ ആൾക്കാർക്ക് അറിയാമല്ലോ. ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ കഥകളും അല്ലാതെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ വഴി ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേയൊക്കെ ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവരെന്നെ ബോൾഡ് എന്ന് പ്രോബബ്ലി പറയുന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി ഐ എം എ വെരി ഇമോഷണൽ പേഴ്സൺ. ഞാൻ എന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും. ഞാൻ അങ്ങനെ വിഷമം വരുന്ന ഒരാളാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം എന്നെ ഹാപ്പി ആക്കാനും ഭയങ്കര ഈസിയാണ്. തന്നെ കഴിയും. ഭയങ്കര ഈസിയാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്നെ ഹാപ്പി ആക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം എ വെരി സെൻസിറ്റീവ് പേഴ്സൺ ഓൾസോ. ഈ എവിടേക്കോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ, അത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പറയേണ്ടി വരിക മകൾ കൂടിയാണെന്നുള്ളത് എവിടേക്ക് ആ ഒരു ബോധ്യം അവിടെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വിവാഹമോചനത്തിന് ശേഷം അടുത്ത റിലേഷൻഷിപ്പ് സംഭവിക്കുന്നുണ്ട്. അതും ശരിയായില്ല, അപ്രതീക്ഷിതമെങ്കിലും അത് ശരിയായില്ല എന്നുള്ളത്. ഈ മകൾക്ക് വേണ്ടി ജീവിക്കാന്ന് പറഞ്ഞാലും എവിടേക്കോ വ്യക്തിപരമായിട്ട് ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. ഇനി കുറേയേറെ നാളുകൾ എടുക്കുകയാണ്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇനി എവിടേക്കോ ഒന്ന് രണ്ടാമത് ചിന്തിക്കുമോ? രണ്ടല്ല, 10 പ്രാവശ്യം ചിന്തിക്കും. ലൈക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ എത്രയൊക്കെ സിംഗിൾ മദറാണ്, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നു, അതാണ് ഇതൊക്കെ. എനിക്ക് ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യും തനിയെ. അപ്പോൾ എനിക്കിപ്പോൾ ഡ്രൈവിങ്ങും കൂടെ പഠിച്ചപ്പോൾ എനിക്ക് എന്തോ വലിയ അച്ചീവ്മെന്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാനിപ്പം ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വീട്ടിൽ വരുമ്പോൾ കൂടെ ഇരുന്നിട്ട് ഒരു കപ്പ് കോഫിയൊക്കെ വെച്ചിട്ട് കൂടെ ഇരുന്ന് നമ്മുടെ ഡേ ഇന്നിങ്ങനെയായിരുന്നു, വിശേഷങ്ങളൊക്കെ സംസാരിക്കാനും ഷെയർ ചെയ്യാനും തിരിച്ച് ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അങ്ങനെ ഒരാളുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലെസ്സിങ്. അത് ഇത് എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഐ വോണ്ട് ടു ഷെയർ മൈ ലൈഫ് വിത്ത് സം വൺ എന്നുള്ളതാണ്. എനിക്ക് ആളുടെ സപ്പോർട്ടൊന്നും വേണ്ട, ഒരു രീതിയിലുള്ള സപ്പോർട്ട്. ലൈക്ക് ഫൈനാൻഷ്യലി ഐ എം എ വെരി ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ. ഞാൻ ഓക്കെയാണ്. എനിക്ക് ആ രീതിയിലുള്ള യാതൊരു സപ്പോർട്ടോ കാര്യങ്ങളോ വേണ്ട. പക്ഷെ എൻ്റെ ലൈഫിൽ ഈ പറയുന്ന പോലെ പല സാഹചര്യങ്ങളും ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയോ എന്ന് നമുക്ക് തോന്നുമല്ലോ. അത് ഷെയർ ചെയ്യാൻ, ആ ഒരു വോയിഡ് സ്പേസ് ഫില്ല് ചെയ്യാൻ പ്രോപ്പറായിട്ട് ഒരാളെ കിട്ടിയാൽ സന്തോഷം. ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് എനിക്ക് കണ്ട കുഴിയിലൊക്കെ ചെന്ന് ചാടിക്കൊടുക്കുന്നത്. സോ അതുകൊണ്ട് ഇനി ഡെഫിനറ്റ്ലി നല്ലോണം ആലോചിച്ച് തന്നെ അങ്ങനെയുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കും. ശരിക്കും ഇത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ട. നല്ല സുന്ദരിയായിട്ടുണ്ട്. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം?
ബേബിച്ചൻ അവിടെ നിന്ന് കൈ കാണിക്കുന്നത് ഞാനാ. അതിനുള്ള കാരണം ഇവിടെ ഉണ്ട് അല്ലേ? അതെ, ശരിക്കും ഇത്ര നേരം ആസ്വദിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് പറയാൻ പറ്റാതെ അങ്ങ് കയ്യിൽ പോയി. അതെ, മുട്ടി നിൽക്കായിരുന്നു. ക്ലിയർ ആയിട്ട് പറഞ്ഞൂടെ, കര കര കര. ഇത് പറയാനുള്ള ഒരു മടി കൊണ്ടാ. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും പറഞ്ഞു എന്റെ സ്കിന്ന് അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, മേക്കപ്പ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. വരച്ച് കാണിച്ചു തരാം. എനിക്ക് മേക്കപ്പ് ഇടുന്ന ഇഷ്ടമല്ല. ഈ ഫൗണ്ടേഷൻ പരിപാടിയൊന്നും ഞാൻ ഇടില്ല. അറിയാറുണ്ട് ഈ സാധനം ഞാൻ ഒരെണ്ണം ഒരു പ്രാവശ്യം പറയാം, റിപ്പീറ്റ് അടിക്കരുത്. മറ്റേ സാധനം ഇടായിരുന്നു, ബ്രൂട്ടീഷ്യൻ. ഇതൊക്കെ ഇനി ഞാൻ പറഞ്ഞു തരണോ? എന്തത് കണ്ടന്റ് ഇനി ഞാൻ തന്നെ പറഞ്ഞു തരണം. അപ്പൊ അതില്ല, പക്ഷെ ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ണിന്റെ ഇത് എഴുതണ പരിപാടി, പിന്നെ മുടിയാണ് ഇന്നത്തെ മെയിൻ. അത് എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് ബേബിച്ചന്റെ കലാവില് ബേബിച്ച 1.5 മണിക്കൂർ കഷ്ടപ്പെട്ടിരുന്ന് ചുരുട്ടിയെടുത്തു. അതെ, ഫുള്ള് 1.5 മണിക്കൂർ കഷ്ടപ്പെട്ടിരുന്ന് ചുരുട്ടിയെടുത്താണ്. ശരിക്കും ഈ ഡ്രസ്സിനെ കുറിച്ച് തുടങ്ങി വെച്ചുകൊണ്ട് തന്നെ ആര്യ എന്നുള്ള ഒരു ബ്രാൻഡും ഒരു വിശ്വാസം കൂടി ആയിട്ടുണ്ട് അല്ലെ? ഇനി മെല്ലെ സ്വഭാവമായിട്ട് അടുത്ത് കിടക്കുക ഇതേപോലെ അല്ലെ, ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഹെയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സോ എന്തെങ്കിലും. ഇല്ല, ആക്ച്വലി എനിക്ക് ഇപ്പൊ നമുക്ക് പാഷനായിട്ടായിട്ടുള്ള കാര്യങ്ങളിലല്ലേ നമ്മൾ കൈവയ്ക്കാൻ പാടുള്ളൂ. എനിക്ക് സാരികൾ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പട്ട് സാരി. കാഞ്ചീപുരം പട്ട് സാരി പണ്ടേ വീക്ക്നെസ് ആണ്, എന്താണെന്നറിയില്ല. ഉടുക്കാറൊക്കെ വളരെ കുറവാണ്, പക്ഷെ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉടുത്ത് കാണാൻ ഇഷ്ടമാണ്, വെറുതെ കാണാൻ ഇഷ്ടമാണ്. ആ ഒരു എന്താ പറയാ, ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ഈ ഒരു സാരി ബ്രാൻഡ് തുടങ്ങി വെക്കുന്നത് എന്നുള്ളത്. ഈ പേരിനൊപ്പം ആര്യ ഇവന്മാർ എനിക്കൊരു പേരിട്ടിട്ടില്ല. ആര്യ എനിക്കൊരു പേരിടാമോ? തീർച്ചയായിട്ടും ഫസ്റ്റ് ഷോയില് ഞങ്ങൾ കുറെ കാത്തിരുന്ന ഒരു അതിഥി കൂടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഉള്ള ഷോ തീരുമ്പോ ആ ഒരു കർത്തവ്യം കൂടി ഏൽപ്പിക്കുകയാണ്. ലോങ് നെയിം ആയ കുഴപ്പമുണ്ടോ? ഇഷ്ടമുള്ളത് അതിന് റീസൺ കൂടി ഉണ്ടായാൽ സെറ്റ്. മൈക്കിൾ മദന കാമരാജ്. ഹെവി ആണല്ലോ ഇത്, പെട്ടെന്ന് അടിപൊളിയല്ലേ? മിസ്റ്റർ മൈക്കിൾ മദന കാമരാജ്. മൈക്ക് ഉണ്ട് അതില്. പിന്നെ ആൾക്കൊരു എന്താ പറയാ, ഒരു ജാങ്കോ ലുക്ക് ഉണ്ട് മൊത്തത്തിൽ. ആ പേര് ഷൂട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നില്ല. മൈക്കിൾ മദന കാമരാജ്. ചെവിയിൽ 3 പ്രാവശ്യം മൈക്കിൾ മദന കാമരാജ്, മൈക്കിൾ മദന കാമരാജ്, മൈക്കിൾ മദന കാമരാജ്. ഈ പേരിടൽ ചടങ്ങിന്റെ ട്രീറ്റ് ഇത് കഴിഞ്ഞിട്ട് ഉണ്ടായിരിക്കും എന്റെ അക്കൗണ്ടിലോട്ട് അല്ല, ഇങ്ങോട്ടുണ്ടായിരിക്കും പറഞ്ഞത്.